തൃശൂർ വലപ്പാട് മണപ്പുറം ഫിനാൻസിൽ നിന്ന് 20 കോടി രൂപ തട്ടിയ കേസിലെ പ്രതി ധന്യ മോഹൻ കൊല്ലത്ത് ആഡംബര വീട് വാങ്ങിയെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് മാനേജറായിരുന്ന ധന്യ ആഡംബര കാറുകളും സ്വന്തമാക്കി. പോലീസിൽ കീഴടങ്ങിയ പ്രതിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, ഇന്നലെയാണ് ഇവർ കീഴടങ്ങിയത്. ചില വിലയിരുത്തലുകളിലേക്ക്, ചില കണ്ടെത്തലുകളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നുണ്ട്. അതിൽ ഈ ധന്യ മോഹൻ്റെ ആഡംബര ജീവിതവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കൊക്കെ അന്വേഷണ സംഘം എത്തുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് സൂരജ് സജി? ഈ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ ധന്യാമോഹൻ ഒളിവിൽ പോവുകയായിരുന്നു. ഇത് സംബന്ധിച്ച് പോലീസും അന്വേഷണം ആരംഭിച്ചതോടുകൂടിയാണ് ധന്യ ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ തൃശ്ശൂരിൽ നിന്നുള്ള പോലീസ് സംഘം ധന്യയുമായി തൃശ്ശൂരിലേക്ക് പുറപ്പെടുകയും ചെയ്തു. പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ പോലീസിന്റെ കണ്ടെത്തൽ പുറത്തു വന്നിരിക്കുന്നത്. 1.5 കോടി രൂപയുടെ ആഡംബര വീട് കൊല്ലം നഗരത്തിൽ ധന്യ സ്വന്തമാക്കി ഈ പണം ഉപയോഗിച്ചെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ വീട്ടിൽ ആഡംബര കാറുകൾ അടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഈ ധന്യ പല ഇടങ്ങളിൽ ഈ പണം നിക്ഷേപിച്ചു എന്നൊരു വിലയിരുത്തൽ പോലീസിനുണ്ട്. ഷെയർ മാർക്കറ്റടക്കം ഈ തുക നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇൻകം ടാക്സ് നേരത്തെയും ധന്യയോട് ചില റിപ്പോർട്ടുകളടക്കം വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും ധന്യ നിലവിൽ തൃശൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇന്ന് വിശദമായി ചോദ്യത്തിന് ശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ടി കെ. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്ന്.